നോമ്പ് 6-ാം വെള്ളി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. ലാസറിൻ്റെ ഉയർപ്പ്. മരണശേഷമുള്ള തിരിച്ചുവരവിന് 3 ഭാഷ്യങ്ങളുണ്ട്. നമ്മുടെ ഈ ലോക ജീവിത ഗുണദോഷമനുസരിച്ച് പട്ടിയോ പൂച്ചയോ ആയി വീണ്ടും ജനിക്കുമെന്ന ചില മതവിശ്വാസത്തെ പുനരുജ്ജീവനം എന്ന് പറയുന്നു. മരിച്ചതിന് ശേഷം വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വന്ന അനേകം പേരുണ്ട്. ക്ലിനിക്കൽ ഡെത്ത് എന്നൊക്കെയുള്ള പ്രതിഭാസമാണത്. ഇന്നത്തെ വായനയിലെ ലാസറിൻ്റെ ജീവൻ തിരിച്ചു വരുന്നതിന് പുനരുജ്ജീവനം എന്നാണ് പറയുക. എന്നാൽ അവരൊക്കെ മറ്റാരെയും പോലെ വീണ്ടും മരിക്കും. എന്നാൽ മരിച്ചതിന് ശേഷം അന്ത്യദിനത്തിൽ മനുഷ്യന് യേശു വാഗ്ദാനം ചെയ്ത നിത്യജീവിതമാണ് പുനരുത്ഥാനം. അതിൻ്റെ മുന്നോടിയാണ് ഉയിർത്തെഴുന്നേറ്റ യേശു. സദുക്കായരുമായുള്ള പുനരുത്ഥാന തർക്കത്തിൽ യേശു തന്നെ ആ ജീവിതാവസ്ഥയെക്കുറിച്ച് നേരിട്ട് പറയുന്നുണ്ട്. ഉയിർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് സവിസ്തരം വിവരിച്ചിട്ടുള്ള ഭാഗങ്ങൾ 1 കൊറിന്തോസ് 15-ാം അധ്യായം മുഴുവനിലും നാം കാണുന്നു. പ്രത്യേകിച്ച് 40-45 വചനങ്ങളിൽ. മരണം പാപത്തിൻ്റെ പരിണിതഫലമാണ്. കരയുന്ന യേശു പാപവും മരണവുമെന്ന മനുഷ്യാവസ്ഥയെ നേരിട്ടറിഞ്ഞ് അതിനെ പ്രതി കേഴുകയാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യനുമായി താതാത്മ്യപ്പെടുന്നതിനും അതിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നതിനുമാണ് യേശു സ്വയം മരണത്തിന് വിധേയനായത്. മനുഷ്യന് നിത്യജീവൻ നൽകാൻ സ്വയം ജീവൻ ത്യജിക്കുന്ന ദൈവസ്നേഹം.